പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് ശാന്തമായി പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി കടന്നു വരുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതിയുള്ളവൻ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. അവിടുത്തെ വലിയ സ്നേഹം നമുക്ക് ഓരോ നിമിഷവും അനുഭവിച്ചറിയാം. അവിടെ നൽകുന്ന സൗഖ്യത്തിൻ്റെയും അവിടെ നൽകുന്ന അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നാളുകളെക്കുറിച്ച് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ തിരിച്ചറിവുകൾക്കും തമ്പുരാന് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനം 147:3 അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യും. ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് എന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് ലഭിച്ചിരിക്കുക. ഹൃദയം തകർന്നവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ മുറിവുകളുണ്ടാകുമ്പോൾ, ശരീരത്തിൽ മുറിവുകളുണ്ടാകുമ്പോൾ അത് വച്ചുകെട്ടുന്ന നേഴ്സുമാരെ നമുക്കറിയാം. വലിയ സ്നേഹത്തോടെ, വലിയ ശുശ്രൂഷ മനോഭാവത്തോടെ നമ്മുടെ വേദനകളിൽ അവരും കൂടി പങ്കുചേർന്നുകൊണ്ട് സ്നേഹപൂർവം ശുശ്രൂഷാപൂർവം അവർ അക്കാര്യം ചെയ്തു തരും. ഇവിടെ ഇന്ന് വചനം നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ്. സങ്കീർത്തനം 147:3 ഒരു രോഗിയെ ശുശ്രൂഷിക്കുവാൻ ഡോക്ടർക്ക് സാധിക്കും, നേഴ്സിന് സാധിക്കും. അവരുടെ പുറമേയുള്ള വേദനകളെ വച്ചുകെട്ടാനും സുഖപ്പെടുത്താനും അവർക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥ വൈദ്യനായ ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ വച്ചുകെട്ടുവാനും സൗഖ്യപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റിരിക്കുന്ന എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തിയുള്ള പരമദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും, എല്ലാ ആകുലതകളെയും, എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മെ വേദനിപ്പിച്ചവരെ സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം. അവരിലേക്ക് കൂടുതൽ ദൈവിക സ്നേഹവും ദൈവികമായ കൃപകളും കടന്നു ചെല്ലുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കാൽവരിയിൽ തന്നെ പീഡിപ്പിച്ചവരോട് ഈശോ പ്രാർത്ഥിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുണ്ടല്ലോ: പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിനേറ്റിരിക്കുന്ന മുറിവുകൾ അത് സൗഖ്യപ്പെടുത്തുന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്ന് പൂർണ്ണമായി നീ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ സങ്കീർത്തനം 147:3 നിൻ്റെ ഹൃദയത്തിൽ സൗഖ്യവും നിൻ്റെ ഹൃദയത്തിൽ ആനന്ദവും നൽകും. സങ്കീർത്തനം 41 കൂടി നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തകൻ 30:2 പറയുന്നു: എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ സന്നിധിയിൽ എപ്പോഴും വിലയുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥനയും വലിയൊരു ആത്മീയ പിതാവായിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതാണ്. ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ പരിപൂർണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ഈശോയോട് പറയാം: ഈശോയെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനും അത് നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന്
നീ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെക്കുറിച്ച് നല്ല പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്ന നല്ലവനായ ഈശോയെ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും പരിപൂർണമായി സമർപ്പിക്കുന്നു. പരിപൂർണമായി നിന്നിൽ ആശ്രയിക്കുന്നു. പരിപൂർണമായി എൻ്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാനായി കടപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും നിൻ്റെ ദൈവികമായ സ്നേഹം നിറയ്ക്കുവാനായിട്ട് ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആഗ്രഹം കൊണ്ടും എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരിലേക്കും ദൈവിക സ്നേഹം നിറയട്ടെ. എല്ലാവരിലേക്കും ദൈവിക കരുണ നിറയട്ടെ. എല്ലാവരിലേക്കും ദൈവികമായ കൃപകൾ നിറയട്ടെ. അങ്ങനെ സ്നേഹത്തിൻ്റെ വലിയൊരു സംസ്കാരം, സ്നേഹത്തിൻ്റെ വലിയ കൃപകൾ ഞങ്ങളിൽ ഓരോരുത്തരിലും അറിയുന്നതിന് കാരണമായി തീരട്ടെ. ഔദ്യോഗികനാഥ, ഞങ്ങളെ പരിപൂർണമായി നിന്നിൽ സമർപ്പിക്കുന്നു. ഹൃദയങ്ങളെ കാണുന്ന നിനക്ക് മാത്രമേ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനും സൗഖ്യപ്പെടുത്തുവാനും ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കുവാനും സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നു. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യ ആരാധനയിലായതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ആരൊക്കെ വേദനയാൽ, സങ്കടങ്ങളാൽ, ഹൃദയവേദനയാൽ ആരൊക്കെ സങ്കടപ്പെടുന്നുവോ അവരിലേക്കെല്ലാം നിൻ്റെ സ്നേഹത്തിൻ്റെ കരസ്പർശനം കടന്നു ചെന്ന് ആ വ്യക്തികളെയും ആ കുടുംബങ്ങളെയും നിൻ്റെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അപേക്ഷയാണ്, നിൻ്റെ കൃപയുടെ വലം കൈ ആ വ്യക്തിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും പരിപൂർണമായി നിറയട്ടെ. അവരുടെ എല്ലാ സങ്കടങ്ങളും മാറട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും പരിപൂർണമായി മാറട്ടെ. ഹൃദയങ്ങളിൽ സൗഖ്യം നൽകി, ആനന്ദം നൽകി, സന്തോഷം നൽകി അവരെ മുന്നോട്ട് നയിക്കണമേ. ഈശോയെ, അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം സമർത്ഥമായി നൽകണമേ. അപേക്ഷിച്ചാൽ, ചോദിച്ചാൽ, അന്വേഷിച്ചാൽ, മുട്ടിയാൽ തുറക്കുന്നവനായ കർത്താവേ, ഈ ദീപികാരുണ്യ ആരാധനയെ ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്. ഇന്ന് ഈ ദീപികാരുണ്യ ആരാധനയുടെ സമയത്ത് ഈ നിമിഷം ആരുടെയൊക്കെ ഹൃദയങ്ങളാണോ വേദനിച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ ഏതെല്ലാം കുടുംബങ്ങളാണോ ഹൃദയവേദനയാലായിരിക്കുന്നത്, അവരെയെല്ലാം പരിപൂർണമായി സൗഖ്യപ്പെടുത്തി നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. നിന്റെ വചനത്തിൻ്റെ അഭിഷേകം പരിപൂർണമായി നൽകണമേ. സങ്കീർത്തനം 147:3 അഭിഷേകം നൽകണമേ. ഈശോയെ, നിൻ്റെ വചനമയച്ച് ആ വ്യക്തിയെയും കുടുംബങ്ങളെയും പരിപൂർണമായി അനുഗ്രഹിക്കണമേ. സങ്കടത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ സൗഖ്യം ലഭിക്കാതെ സങ്കടപ്പെടുന്ന ആകുലരായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി. ഈശോയെ, നീ ഒന്ന് നോക്കിയാൽ മതി. ഈശോയെ, നീ ഒന്ന് സ്പർശിച്ചാൽ മതി. ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.